2012 കോമൺവെൽത്ത് ബാങ്ക് സീരീസ് ഓസ്ട്രേലിയ, ഇന്ത്യ, ശ്രീലങ്ക എന്നീ 3 ടീമുകളുടെ വമ്പൻ പോരാട്ടം. ഇന്ത്യയുടെ നില പരുങ്ങല്ലായിരുന്നു. ഫൈനലിൽ കടക്കാൻ ലങ്കയ്ക്കെതിരായ ആ മത്സരം ഇന്ത്യക്ക് വെറുതെ ജയിച്ചാൽ പോരായിരുന്നു. ഫെബ്രുവരി 28 ഓസ്ട്രേലിയയിലെ ഹോബാർട്ട് സ്റ്റേഡിയം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒരു മരണച്ചുഴിയിലായിരുന്നു. ഫൈനലിൽ എത്തണമെങ്കിൽ 321 റൺസ് എന്ന ഹിമാലയം വെറും 40 ഓവറിൽ കീഴടക്കണം. പണ്ഡിതന്മാർ വിധിയെഴുതി. ഇന്ത്യയുടെ കഥ കഴിഞ്ഞു. കാരണം ക്രിക്കറ്റ് ചരിത്രത്തിൽ അതുവരെ അങ്ങനെയൊന്ന് ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇന്ത്യയുടെ ഇന്നിങ്സ് തുടങ്ങി പെട്ടെന്ന് തന്നെ സ്റ്റേഡിയം മൂകമായി. സച്ചിനും സേവാഗും മടങ്ങിയതോടെ ഇന്ത്യയുടെ ആയുസ് തീർന്നെന്ന് ഏവരും ഉറപ്പിച്ചു. അപ്പോഴാണ് ക്രീസിലേക്ക് ഒരാൾ കടന്നു വരുന്നത്. അന്ന് യുവതാരമായിരുന്ന വിരാട് കോഹ്ലി. അവൻ്റെ കണ്ണുകളിൽ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഭയമായിരുന്നില്ല, മറിച്ചൊരു സാമ്രാജ്യം പിടിച്ചെടുക്കാൻ വരുന്ന ചക്രവർത്തിയുടെ വാശിയായിരുന്നു. ഗംഭീറിനെ കൂട്ടുപിടിച്ച് അവൻ തുടങ്ങിയത് ഒരു ഇന്നിങ്സ് ആയിരുന്നില്ല, അതൊരു വിപ്ലവമായിരുന്നു. അപ്പുറത്ത് നിൽക്കുന്നത് ലോകത്തെ ഏറ്റവും ഭീകരനായ വേട്ടക്കാരൻ ലസിത് മലിംഗ. അദ്ദേഹത്തിൻ്റെ കാലുകളെ ലക്ഷ്യം വെച്ച് തീതുപ്പുന്ന യോർക്കറുകൾക്ക് മുമ്പിൽ വമ്പന്മാർ പതർന്ന കാലം. പക്ഷേ അന്ന് ഹോബാർട്ടിൽ വേട്ടക്കാരൻ ഇരയായി മാറി. മലിംഗയുടെ ഓരോ പന്തിനെയും കോഹ്ലി ഗ്രൗണ്ടിൻ്റെ നാനാഭാഗത്തേക്കും പറത്തി. മലിംഗയുടെ പ്രതാപകാലത്തെ ഏറ്റവും വലിയ തകർച്ച. ഒരു ഓവറിൽ മാത്രം കോഹ്ലി അന്ന് അടിച്ചെടുത്തത് 24 റൺസായിരുന്നു. അന്ന് മലിംഗയുടെ യോർക്കറുകൾ കോഹ്ലിയുടെ ബാറ്റിൽ മുട്ടി അതിർത്തി കടക്കുമ്പോൾ തകർന്നത് ലങ്കയുടെ ആത്മവിശ്വാസം തന്നെയായിരുന്നു. അന്ന് 40 ഓവർ എന്നത് വിരാട് കോഹ്ലിക്ക് വെറുമൊരു കണക്ക് മാത്രമായിരുന്നു. വെറും 36.4 ഓവറിൽ ഇന്ത്യ ഹിമാലയം കീഴടക്കി. 86 പന്തിൽ പുറത്താകാതെ 133 റൺസ്. അസാധ്യമെന്ന് ലോകം പറഞ്ഞതിനെ അവൻ തൻ്റെ ചോരയും നീരും നൽകി ഒരു തമാശയാക്കി മാറ്റി. ഹോബാർട്ടിലെ ആ മണ്ണ് സാക്ഷിയായി ക്രിക്കറ്റ് ലോകത്ത് ഒരു പുതിയ താരരാജാവിനെ അവർക്ക് ലഭിച്ചു, ദ ചേസ് മാസ്റ്റർ. അതൊരു തുടക്കം മാത്രമായിരുന്നു. ലക്ഷ്യം എത്ര വലുതായാലും, മുന്നിൽ നിൽക്കുന്നത് എത്ര വലിയ ബോളറായാലും, കോഹ്ലിയുടെ ബാറ്റിൽ വിരിയുന്നത് ഇന്ത്യയുടെ വിജയഗാഥയാണ്. അസാധ്യമായ ലക്ഷ്യങ്ങൾ തേടി ലോകം അലയുമ്പോൾ ആ ലക്ഷ്യങ്ങളെ തേടിപ്പിടിച്ച് വേട്ടയാടുന്നവനാണ് രാജാവ്. ആ രാജാവിന് ഒരേ ഒരു പേരേ ഉള്ളൂ, സാക്ഷാൽ വിരാട് കോഹ്ലി.